നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ കർശന നിയമം കൊണ്ടുവരാൻ ബീഹാർ സർക്കാർ ഒരുങ്ങുന്നു. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനും ക്രമക്കേടുകൾ ഒഴിവാക്കാനുമാണ് പുതിയ നിയമം. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരാനാണ് നീക്കം. ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ബീഹാറിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന അന്വേഷണത്തിൽ ഇതിന് പിന്നിൽ ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് 12 കോടിയോളം രൂപ ഈ റാക്കറ്റ് കൈമാറിയിരുന്നു. അതായത് ഈ നീറ്റ് പരീക്ഷ എഴുതുമ്പോൾ ഉത്തരമറിയാത്ത വിദ്യാർത്ഥികൾ, പണം കൈമാറിയ വിദ്യാർത്ഥികൾ അതത് കോളം ഒഴിച്ചിടുകയും അവിടെ ഈ പരീക്ഷ വാല്യുവേഷനുള്ള അധ്യാപകർ ഉത്തരം എഴുതി ചേർക്കുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തയ്ക്ക് നമ്മൾ വളരെ ഞെട്ടലോടുകൂടെ കേട്ടിരുന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പാക്കാൻ വലിയ നടപടികളിലേക്ക് ബീഹാർ സർക്കാർ കടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സജു, കാരണം ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ബീഹാറിൽ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ കൂടെ കടമയാണ്. അത്തരം നീക്കങ്ങളിലേക്കാണോ കടക്കുന്നത്? ഏത് തരത്തിലുള്ള നിയമനിർമ്മാണത്തിനാണ് സാധ്യത? ജിൽസി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളായിരുന്നു ഉണ്ടായത്. അത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഈ ബീഹാർ സംസ്ഥാനമടക്കമുള്ള സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസ്സാക്കാൻ വേണ്ടിയുള്ള തീരുമാനവുമായിട്ട് മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തുന്നതിനുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് നിയമ നടപടിയായിട്ട് മുൻപോട്ട് പോകുന്നത്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് നാഷണൽ ലെവലിൽ നടത്തുന്ന ഏത് പരീക്ഷയുടെയും ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ആ ചോദ്യപേപ്പർ ചോരുന്നതിലുള്ള വിവാദങ്ങളൊക്കെയും ആയിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഉതകുന്ന രീതിയിലേക്കുള്ള നിർമ്മാണമായിരിക്കാം ഇനിയിപ്പോൾ പാസ്സാക്കാൻ പോകുന്നത്. എന്തായാലും അടുത്തിടെയാണ് അവിടെ വലിയ ഒരു രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. നിതീഷ് കുമാർ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. അതിനുശേഷം BJP സർക്കാരിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് നീറ്റ് വിവാദമൊക്കെ വന്നതാണ്. ഹരിയാന സംസ്ഥാനത്ത് ബീഹാറിലുമാണ് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെ അന്വേഷണ കമ്മീഷനെയൊക്കെയും വെച്ച് വീണ്ടും ഈ 6 കേന്ദ്രങ്ങളിലെ 1622 വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെയും ആവശ്യങ്ങളൊക്കെയും ഉയർന്നിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സമ്മതിക്കേണ്ടി വന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബീഹാർ ഇത്തരത്തിലുള്ള പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിയമസഭ കൂടി ഒരു നിയമം പാസ്സാക്കാൻ വേണ്ടി ഇപ്പോൾ തുനിഞ്ഞിരിക്കുന്നത്. ജിൽസി.